ഇന്ന് അമ്പുടുവിൻ്റെ രണ്ടാമത്തെ പിറന്നാളാണ്. രാവിലെ തന്നെ അമ്പുടുവിനെ കുളിപ്പിച്ചൊരുക്കി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. നമ്മൾ സ്ഥിരം പോകാറുള്ളത് ചോലയിൽ അമ്പലത്തിലോട്ട് തന്നെയാണ്. അവിടെ പോകാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. രാവിലത്തെ ഈ കാഴ്ചയും ക്ലൈമറ്റും ഒക്കെ മനസ്സിന് തന്നെ നല്ലൊരു കുളിർമ നൽകും. ഇന്ന് നമുക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ടൊരു പ്രോപ്പർട്ടി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നു. അന്ന് തന്നെ അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഒരു സേവനം കൂടി, ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് എന്ന രീതിയിൽ തിരികൊളുത്തി ഉദ്ഘാടനമൊക്കെ നടത്തി. എത്ര നല്ല കാര്യമാണല്ലേ. അങ്ങനെ ഉദ്ഘാടനത്തിന് ശേഷം മെഡിക്കൽ ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മലനട അമ്പലത്തിലോട്ട് പോയി. എല്ലാ തിരുവോണ ദിവസവും ഞാനും എൻ്റെ അച്ഛനും കൂടെ ഇവിടെ സ്ഥിരം വരാറുള്ളതായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പറ്റിയിട്ടില്ല. അങ്ങനെ ആ വിഷമമൊക്കെ തീർത്ത് മലനട അമ്പലത്തിലെത്തി തൊഴുതു. അമ്പടും കുഞ്ഞേട്ടനൊക്കെ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. അവിടുത്തെ കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് പാടവും തെങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ കൊറിയർ അയക്കാനുണ്ടായിരുന്നു. കൊറിയറൊക്കെ അയച്ചിട്ട് ഞങ്ങൾ പോയത് നേരെ ഞങ്ങളുടെ കേക്ക് വേൾഡിലോട്ടാണ്. ഉച്ചയ്ക്ക് അവിടുത്തെ സ്പെഷ്യൽ കുടുക്കാച്ചി ബിരിയാണിയാണെന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും വന്നപ്പോൾ തന്നെ സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി എത്തി. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയുടെ അതേ ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.